ഓക്കെ ഫസ്റ്റ് ആദ്യം തന്നെ ഇത് മമ്മു MRZ മമ്മു ബോണ്ട മമ്മു എന്ന് അറിയപ്പെടും. ബോണ്ട മമ്മു എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മള് ട്രാവൽ ചെയ്തോണ്ടിരിക്കുമ്പോ എത്ര ഫാസ്റ്റിൽ വണ്ടി പോവുകയാണെങ്കിലും ഈ ഹോട്ടലിന്റെ പുറത്ത് ബോണ്ട അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാണും. ഇവൻ കാണുമ്പോൾ നമ്മളെ കൊണ്ട് നിർത്തി അവിടെ ഇറങ്ങി ചായ കുടിച്ച് ചായ കുടിക്കാതെ പറയല്ലോ ഏറ്റവും ഫേവററ്റ് സാധനം ബോണ്ടാണ്. ബോണ്ട മസാല ബോണ്ട അതുപോലെ നമ്മളെ സുഖിയനും അറിയില്ലേ ഒരു ചെറുപയർ റെഡിയാക്കിട്ട് പഞ്ചസാര നല്ല ടേസ്റ്റ് അല്ല. മമ്മു ഒരു സ്ട്രീമറാണ് എന്നെ പോലെ തന്നെ. ഇവന്റെ ആഗ്രഹം ഒരു സ്ട്രീമർ. പക്ഷെ ഇവന്റെ ആഗ്രഹം സത്യം പറയട്ടെ സൂപ്പർ ഓവയില്ലേ, സൂപ്പർ ഓവനെ പോലെ ഒരാളാണെന്നാണ് ഇവന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം ഇവരൊരു സ്ട്രീമറായി കാണാനാണ് എന്റെ ആഗ്രഹം. ശരിക്കും ആഗ്രഹം ഇതന്നെ റീൽസ് എല്ലാം ചെയ്ത് ഇവന് സൂപ്പർ ഓവയില്ല, നിന്റെ സൂപ്പർ ഓവ പിന്നെ അങ്ങനെയാണല്ലോ എല്ലാരും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ ആകെ ഒരു ഇന്റർവ്യൂ ബന്ധമുള്ളൂ. എന്റെ അനിയന്റെ പ്രായമുള്ളൂ, നിന്നെക്കാട്ടും ചെറുതാ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മമ്മൂന്റെ ഐഡൽ എന്ന് പറഞ്ഞ സൂപ്പർ ഓവയായിരുന്നു. എന്റെ ആഗ്രഹം മമ്മൂന്റെ ഐഡല് ഞാനാവാനാണ് എന്റെ ആഗ്രഹം. പക്ഷെ മമ്മൂന്റെ ഐഡല് സൂപ്പർ ആവായിരുന്നു. മമ്മൂന് ഇഷ്ടം സൂപ്പർ ആവാനെ പോലെ വോയിസ് ഓവറിലിട്ട് മറ്റേ എനർജറ്റിക് ബ്ലോഗ് ഈ ഇൻസ്റ്റാ വ്ളോഗർ ആവാനാണ് മമ്മൂന്റെ ആഗ്രഹം. പക്ഷെ എന്റെ ആഗ്രഹം മമ്മൂ ഒരു സ്ട്രീമറായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ അടുത്തത് MRZ ജാസി. MRZ ജാസി എന്ന് പറഞ്ഞാൽ അധികം അറിയായിരിക്കും. നമ്മൾ ഈ അടുത്തൊരു 2 മാസമായിട്ടുള്ള 2-3 മാസം മുന്നേ ഞാനൊരു കുക്കിനെ റിക്രൂട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോ നമ്മുടെ ടീമിലേക്ക് പുതിയതായിട്ട് ജോയിൻ ആയിട്ട് വന്ന കുക്കാണ് ജാസി. തൊപ്പിക്ക് ബീഫ് നല്ല മറ്റേ നെയ്യൊക്കെ ബീഫൊക്കെ 3 മാസം കുക്ക് ചെയ്തിട്ടു. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് എനിക്കറിയില്ല. അങ്ങനല്ല അധികം നെയ്യുള്ള ബീഫ് എന്ന് പറയാ. എന്തൊരു കുക്കാന്നടാ. അല്ല അതന്നല്ലേ. പക്ഷെ ഞാൻ കാര്യം പറയല, ഇവന്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആരും ചോദിച്ചോ നീ എന്തൊരു കുക്കാന്നാണെന്ന് ചോദിച്ചോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ്. അത് കുക്കിംഗ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ തട്ടുകടയിലും പിന്നെ അതേപോലത്തെ കാറ്ററിംഗിന്റെ പരിപാടി, പിന്നെ വീട്ടില് ഉമ്മ അത്യാവശ്യം കൈപ്പുണ്ണില്ല വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ അതിനുള്ളതുകൊണ്ട് ചെറിയ ചെറിയ കുറച്ച് പരിപാടികളും നിർത്തിയൊക്കെ ചെറിയ ചെറിയൊന്നുമല്ല, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഞാനും കുക്ക് ചെയ്തിട്ടുണ്ട്. അതറിയില്ലേ കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പോ ഇവന്റെ കാര്യം എന്തായാലും പറയാം. മമ്മു എങ്ങനെ എന്റെ അടുത്ത് എത്തി എന്നുള്ള കഥ പറയാം. മമ്മു എന്റെ അടുത്ത് എത്തിയത്, അതായത് ആദ്യം നമുക്ക് ഈ ഗ്യാങ് ഒന്നും ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പം എനിക്കൊരു കുക്കിനെ വെക്കണം എന്ന് തോന്നി. അതായത് എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ വെക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായി. അങ്ങനെ ആ സമയത്ത് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ആൾക്കാരെ നോക്കി ഒരാളെ സെലക്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല, കിട്ടിയ ആൾക്കാരെ എടുക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാ. അപ്പൊ ആദ്യം വന്ന ആളാണ് മമ്മു. മമ്മു കുക്ക് ചെയ്യാൻ അറിയാൻ, ഞാൻ ഇന്ന സാധനം ഉണ്ടാക്കി തരാം, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും, അങ്ങനെ പറഞ്ഞ് കുക്കായിട്ട് എന്റെ കൂടെ കേറിയതാ. അതായത് 1 വർഷത്തിന് മുകളിലേ. 1 വർഷത്തിന് മുകളിൽ. 1.5 വർഷമായോ? 1.5 ആയിട്ടില്ല, 1 വർഷമായിട്ട്. 1 വർഷത്തിന് മുകളിൽ. ഓക്കെ. അപ്പൊ ഇവൻ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം കുക്കൊന്നും ഞാൻ ചെയ്യിപ്പിച്ചില്ല, അധികം കുക്കൊന്നും ചെയ്യിപ്പിച്ചില്ല. ആദ്യം ഒരു ഓംലെറ്റ് അങ്ങനെ എന്തോ എടുപ്പിച്ചുള്ളൂ അല്ലെ. ഫസ്റ്റത്തെ വന്ന ദിവസം ഒരു ഓംലെറ്റ് മാത്രമേ ഞാൻ ഉണ്ടാക്കിപ്പിച്ചുള്ളൂ. പിന്നെ നമ്മൾ സംസാരിച്ച് കമ്പനിയായി. അങ്ങനെ ഇവനെ കൊണ്ട് ഞാൻ കുക്ക് ചെയ്യിപ്പിച്ചില്ല. എനിക്ക് അറിയില്ല ഇവൻ ഇങ്ങനെ ഒരു കള്ളനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 1 വീക്കെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ തുടങ്ങിയത്. അതായത് ഇവന് മാസം ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുക്കും, ആഴ്ചക്ക് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുക്കും. ആ ബഡ്ജറ്റില് ഇവൻ സാധനം വാങ്ങി ഇവൻ കുക്ക് ചെയ്ത് ഇവൻ എന്താ ഉണ്ടാക്കുന്ന എന്താ വാങ്ങുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എല്ലാ ദിവസവും ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് സംഭവം എന്താണെന്ന് അറിയില്ല. അങ്ങനെ 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ കാര്യം മനസ്സിലാകുന്നത്. ഇവൻ നൈസായിട്ട് നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റ് പുറത്ത് ഹോട്ടലുകളിൽ എറിഞ്ഞിട്ട് ഫുഡ് വാങ്ങിട്ട് എനിക്ക് തരും. ഒരു തെളിവും ബാക്കി വെക്കൂല. ഒരു മാസത്തോളം ഇവനെന്നെ പറ്റിച്ചു. 1.5 മാസം അല്ല, 1.5 മാസത്തോളം ഇവനെന്നെ പറ്റിച്ചു. പെട്ടെന്ന് ഒരു ദിവസം ഒരു ലൈവിലാന്ന് തോന്നുന്നത് നിന്നെ ഞാൻ പിടിച്ചതല്ല. ചിക്കൻ കറിയോ ചില്ലി ചിക്കൻ, ഏതോ ഒരു ചില്ലി ചിക്കൻ ഇവൻ ഏതോ ഹോട്ടലിന് മേടിച്ചോണ്ടെന്ന് അത് തിന്നോണ്ടിരിക്കുമ്പോ അതെനിക്ക് എന്തോ സംശയം തോന്നിയത്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഇവന്റെ കള്ളത്തിനെ ഞാൻ പിടിക്കണം. ഇവന് കുക്കിംഗുമായിട്ട്
ഇവര് തിന്നാനാണ് വേറെ അറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ച് എന്തായാലും 1 മാസം നമ്മൾ ഒരുമിച്ചായി. പിന്നെ ഭയങ്കര ബോണ്ടായി. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ബോണ്ടായി അടുത്തു. ബോണ്ടായി പിന്നെ ഒഴിവാക്കാൻ പറ്റാണ്ടായി. പിന്നെ ഇങ്ങനെ ഒന്നിച്ചെന്നെ കുറെ കാലായി. പിന്നെ ഇതാ അമ്മാർജി മമ്മു മമ്മ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂന് പണിയൊന്നുമില്ല. മമ്മ ഇപ്പൊ നമ്മളെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മമ്മൂനെ ഒരു നിലയിൽ എത്തിക്കണം എന്നാണ് എന്റെ ഇപ്പത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മമ്മൂന്റെ കാര്യം തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാരും പ്രയോറിറ്റി തന്നെ, പക്ഷെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി മമ്മാണ്. പിന്നെ എല്ലാരും ഗ്യാങ്ങിലുള്ള എല്ലാരും ഒരു സ്റ്റേജിൽ എത്തിക്കണം, അതാണ് ഗോൾ. അടുത്ത ആള് ജാസിനെ പരിചയപ്പെടുത്തിയില്ലേ? ജാസിനെ കുറിച്ച് 2 വാക്കും കൂടി പറയാൻ ഇല്ല, അത് കുറച്ച് ഇവളെല്ലാം ചേർത്തെടുക്കും. ജാസിയും എന്നെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ എന്തോ സ്കാം പറ്റിച്ചിട്ടുണ്ട്. സംഭവം വെച്ചാല് ഇവരെ കുക്കായിട്ട് എടുക്കുമ്പോ എനിക്കൊരു എഡിറ്ററിനെയും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇവൻ വരുമ്പോ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് മാത്രമല്ല എഡിറ്റിംഗ് കൂടി അറിയാം. ടെക്നിക്കലി ഞാൻ ഭയങ്കര ഇതാണ്, ടെക്നിക്കൽ നോളജ് കൂടുതലാണ്. ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യും. അപ്പൊ കുക്കിങ്ങിന് എന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കൂടി വേറെ എന്നെ എടുത്തോ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ സംഭവം കുക്കിംഗ് അറിയാം, പക്ഷെ ബാക്കിയെല്ലാം കളവായിരുന്നു. കാരണം എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ 2 അത്രേ അതായത് ഒരു കുക്കിന് ആണെന്നുള്ള വീഡിയോ ഇട്ട് ലൈവില് കണ്ട സമയത്ത് വേറെ ഒന്നും രൂപ ഓപ്ഷൻ. ഞാൻ പറഞ്ഞു എങ്ങനെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന ചിലപ്പോൾ എന്നെ എടുക്കുന്നില്ല. ഇഷ്ടംപോലെ പ്രൊഫഷണൽ ഷെഫുമാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ടെക്നിക്കലി അറിയാം, എല്ലാ കാര്യം ഞാൻ മാനേജ് ചെയ്ത് അടിപൊളി എന്തെല്ലോ തള്ളി വിട്ടില്ല. എനിക്ക് നടത്താൻ പറ്റി. അല്ല, ഇവന്റെ ഫുഡ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കാണ്ട് കൂടും. പിന്നെ ഇപ്പൊ 2 മാസം നമ്മൾ ഒരുമിച്ചായി, നമ്മള് സെറ്റായി. ലൈഫിൽ തന്നെ കിട്ടില്ല എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇതിന് മുമ്പല്ലോ ഞാൻ കോളേജിലാണ് പഠിച്ചത്. ഞാൻ 5ാം ക്ലാസ് മുതൽ ഏകദേശം എനിക്ക് ഡിഗ്രി വരാൻ ഇതേപോലെ കോളേജിൽ നിന്ന് പഠിച്ചതാ. മാസത്തിൽ ഏകദേശം 3 ദിവസമൊക്കെ ലീവ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ്, ചെറുങ്ങനെ ഉള്ളി അടിക്കുന്നുണ്ടാവും. അപ്പൊ കേരളത്തിൽ പല ഭാഗത്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, വയനാട് കോഴിക്കോടൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ നമ്മളിങ്ങനെ പഠിക്കാൻ പോയാൽ അറിയാലോ, ഹോസ്റ്റലൊക്കെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വലിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ 2-3 കൊല്ലമൊക്കെ ബിസിനസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ അവസാനം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ 2 കൊല്ലം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അതിന്റെ ഇടയിൽ ചെറുങ്ങനെ ഫ്രീലാൻസ് വർക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഫുഡിനും കാറ്ററിങ്ങും പിന്നെ തട്ടടിലൊക്കെ. അപ്പൊ എനിക്ക് പിന്നെ തോന്നി ഇങ്ങനെ ജീവിച്ചപ്പോ എവിടെയെങ്കിലൊക്കെ എത്തണം, എത്തണം. എനിക്ക് ഇവിടെ ഭയങ്കര ഇൻസ്പയർ ആണ്. കാരണം വെച്ചാൽ ഇവന്റെ ആപ്പതാ കളിയും പരിപാടിയും കാര്യങ്ങളും. എന്ത് കാര്യം വെച്ചാൽ കുറെ പേരുണ്ട് ജോളോ ചിപ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാല് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉള്ളിനുള്ളിൽ ചിലപ്പോൾ ചെയ്യണം ആഗ്രഹമാണ്. നമ്മൾ ആരെങ്കിലും ഇന്ന് വിചാരിക്കും ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ ഒന്നും എനിക്കും ആഗ്രഹം ഏടെങ്കിലും എത്തണം, അറിയപ്പെടുന്നു. അപ്പൊ ആ സമയത്ത് കേരളത്തിലെ കത്തി നിൽക്കുന്ന ആള് മൂപ്പരാണ്. അപ്പൊ ഒരു ആരെങ്കിലൊക്കെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചാൻസ് ആകെ കുക്കിങ്ങിന് കിട്ടി. ഞാൻ കേറി അടിച്ച് വേഗം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാരണം ഇപ്പൊ എനിക്കൊരു സെപ്പറേറ്റ് ഒരു എഡിറ്റർ